കണ്ണൂരിൽ തടവുകാരൻ ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മയക്കുമരുന്ന് കേസ് പ്രതി ഹർഷാദാണ് ജയിൽ ചാടി. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വളരെ സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലാണ് ഈ കണ്ണൂർ ജയിൽ. ഇപ്പോൾ എങ്ങനെയാണ് ഇയാൾ ചാടാൻ ഇടയായ സാഹചര്യം? ഈ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അകത്തായ പിടിയിലായ ആളെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? എങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെടാൻ ഇടയായത്? സിജു, രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം. ഈ ജയിലിൽ ഓരോരുത്തർക്കും ഓരോ ജോലികൾ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. അതിൽ ഈ പത്രക്കെട്ട് രാവിലെ കൊണ്ടുവരുന്ന ജോലിയായിരുന്നു അർഷാദിനുള്ളത്. അങ്ങനെ 6:45 ജയിലിന് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നും പത്രക്കെട്ട് എടുത്ത് കൊണ്ടുവരാനുള്ള ജോലിയിലേക്ക് പോവുകയും പത്രക്കെട്ട് എടുക്കുന്നതിന് മുൻപേ അവിടെ നിന്നും ഓടുകയുമായിരുന്നു. പിന്നാലെ അവിടെ ഒരു ബൈക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം തന്നെയാണ് ഈ ജയിൽ ചാട്ടം എന്നുള്ളതാണ് ഇപ്പോൾ ജയിൽ അധികൃതർ പറയുന്നത്. കാരണം അവിടെ കൃത്യസമയത്ത് തന്നെ ഈ പത്രക്കെട്ട് എടുക്കാനായി അർഷാദ് പുറത്തിറങ്ങുന്ന അതേ സമയത്ത് തന്നെ ഒരു ബൈക്ക് അവിടെ പാർക്ക് ചെയ്യുകയും ഓടി അർഷാദ് ബൈക്കിൽ കയറുകയും ബൈക്ക് അതിവേഗത്തിൽ ഓടിച്ചു പോവുകയുമായിരുന്നു. ഏതായാലും ഇയാളുടെ സംബന്ധിച്ച ചില വിവരങ്ങൾ ഇതിനോടകം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അവിടെ ജയിലിന് പുറത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതിയെ വൈകാതെ പിടികൂടും എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഒരു മയക്കുമരുന്ന് കേസിൽപ്പെട്ട് ശിക്ഷ അനുഭവിക്കുകയാണ് കൊയ്യോട് സ്വദേശിയായ അർഷാദ്. സന്തോഷ്, നേരത്തെ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ സ്ഥിരം കുറ്റവാളിയാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? തീർച്ചയായും നേരത്തെയും സമാനമായ കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തി തന്നെയാണ് ഈ അർഷാദ്. മയക്കുമരുന്ന് കേസിലാണ് ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സംഘത്തിൽ കൂടുതൽ ആളുണ്ട് എന്നതുൾപ്പെടെ പോലീസിന് നേരത്തെ വിവരങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സംഘടിതമായ രക്ഷപ്പെടലായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. അത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, കണ്ണൂരിൽ തടവുകാരൻ ജയിൽ ചാടി. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്.